ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തൊട്ട് പ്രാക്ടിക്കൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ എനിക്ക് നാളെ ഉള്ളൂ, എനിക്ക് ബാനൂസിന്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇന്ന് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നമ്മൾ കണ്ടിട്ട് വരാം. അതിനുശേഷം ഇന്നലെ, അതായത് ഫൈനൽ ലാപ്പ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ടീച്ചേഴ്സ് തന്ന ഇൻസ്ട്രക്ഷനും എന്തായിരുന്നു എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആർച്ചവി, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാവരും ഓൾ ദ ബെസ്റ്റ്. ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ യോഗ മിസ് സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ വന്നു. എല്ലാവരും ടെൻഷനും ഉണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്. ഇന്നത്തോടു കൂടി തന്നെ തീരുമല്ലോ എന്നുള്ള സന്തോഷം കൂടി ചിലരിലൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് തലേ ദിവസം എന്തായിരുന്നു എന്ന് നോക്കിയാലോ? ബാ. സോ ആദ്യം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ്രവ്യ ഗുണവിജ്ഞാനത്തിൽ പോയി ഞങ്ങൾ ഡ്രഗ്സൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ HOD വിജയ മാം എന്നൊരു ഇൻസ്ട്രക്ഷൻ തന്നു, എങ്ങനെ ഓരോന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഒന്നുപോലെയാണോ ഇരിക്കുന്നത്? ഇത് രണ്ടിനും ഞെട്ടുണ്ട്. ഇടങ്കത്തിൽ ആ സെപ്പൽസ് ഇങ്ങനെ നമുക്കത് കാണാൻ പറ്റും ചിലതിലൊന്നിലൊക്കെ. അതിൻ്റെ ആ ഞെട്ട് ആ ഒരു സാധനമുണ്ട്. ഇത് ഫൈബർ ഫിബേബ, പാൽമുളക് എന്ന് പറയുന്ന സാധനം കണ്ടോ, മരിച്ചം പോലെ ഇരിക്കും. പക്ഷേ ഇത് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ് മരിച്ചത്തിൻ്റെ പോലും. അപ്പോൾ ഈ ഫിബേബയും നമ്മുടെ ഇടങ്കവും ഏകദേശം കണ്ടില്ലേ അതുപോലെ. പക്ഷേ നമ്മളതറിയാം, അതിൻ്റെ ആ ഞെട്ടിൻ്റെ പോർഷനും ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റും വ്യത്യാസമാണ്. കണ്ടോ, ആ ഒരു രണ്ട് പോർഷനും വ്യത്യാസമാണ്. അതുപോലെ ഇതിന് കനകം അങ്ങനെ ദ്രവ്യ പഠനം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെയൊക്കെ ടെൻഷൻ അടിച്ച് ഇടയിൽ നിൽക്കുന്നതായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം എനിക്കും ഒരവസരം കിട്ടിയപ്പോൾ ഞാനും ആ ഡ്രഗ്സിൻ്റെ ഇടയിലൊക്കെ പോയി പിന്നെ അതും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. ഇത് ശതാവരി, ഇത് ചങ്ങനപരണ്ട, ക്വാഡ്രാങ്കുലർ ആസനം, ഇത് അശ്വഗന്ധ. അടുത്തതായിട്ട് ഞങ്ങൾ സ്വസ്ഥ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ലക്ഷ്മി മാമും അശ്വതി മാമും കൂടി എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആസനത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇതിലും സിറ്റിംഗ് സ്റ്റാൻഡിംഗ് അവസാനമായിട്ട് റെക്കോർഡിലൊട്ടിക്കാനുള്ള പിക്ചേഴ്സ് എടുത്തു, അത് കട്ട് ചെയ്തു, പേസ്റ്റ് ചെയ്തു. പിന്നെ ഈ കാണാൻ പോകുന്നതാണ് എൻ്റെ റെക്കോർഡിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.